മുംബൈയിൽ 3000-ഓളം വനിതകൾ പങ്കെടുത്ത മെഗാ തിരുവാതിര വിസ്മയ കാഴ്ചയായി. ശ്രീനാരായണ മന്ദിര സമിതിയുടെ 60-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടിയിലാണ് ഗുരുദേവ കൃതികൾക്കൊപ്പം ഇതര ഭാഷക്കാരടങ്ങുന്ന മഹിളകളും ചുവടുവെച്ചത്. തിരുവാതിരക്കളി ആസ്വദിക്കാൻ വൻ ജനാവലിയാണ് സമിതിയുടെ ചെമ്പൂരിലെ വിശാലമായ മൈതാനത്ത് തടിച്ചുകൂടിയത്. മഹാരാഷ്ട്രയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 3000-ഓളം വനിതകളാണ് പരമ്പരാഗത തിരുവാതിര ഗാനത്തിന്റെ ഈണത്തിലും താളത്തിലും ഗുരുദേവ കൃതികൾക്കൊപ്പം ചുവടുവെച്ചത്. സ്ത്രീകളെ അകത്തളങ്ങളിൽ നിന്ന് അരങ്ങിലെത്തിക്കുകയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സംഘടനയിലെ വനിതാ വിഭാഗത്തിന്റെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയുമാണ് സമിതി ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റ് M.I. ദാമോദരൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ ഒരു ആശയം ശ്രീനാരായണ മന്ദിര സമിതി സാംസ്കാരിക മഹിളാ വിഭാഗത്തിൻ്റെ ഒരു ആശയം തന്നെയാണ്. അതിൽ എസ്പെഷ്യലി ഇത് കൂടുതലായിട്ടും ഇനീഷ്യേറ്റ് ചെയ്തത് നമ്മുടെ മഹിളാ വിങ്ങാണ്. മഹിളാ കോർഡിനേഷൻസ് അല്ലെങ്കിൽ ഒരു മഹിളാ ശാക്തീകരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിതിന് പ്ലാൻ ചെയ്തത്. 5 മണി മുതൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായാണ് വനിതകൾ മൈതാനത്ത് പ്രത്യേകം അടയാളപ്പെടുത്തിയ വരികളിൽ അണിനിരുന്നത്. മന്ദിരസമിതി ജനറൽ സെക്രട്ടറി OK പ്രസാദ് മെഗാ തിരുവാതിരയെ സദസ്സിനെ പരിചയപ്പെടുത്തി. സമിതിയുടെ വിവിധ യൂണിറ്റുകൾ വഴിയാണ് ഏകോപനം നിർവഹിച്ചത്. ഒരേ വേഷത്തിലെത്തിയ കലാകാരികൾ ഈണത്തിനൊപ്പം ഒരേ താളത്തിൽ ചുവടുവെച്ചപ്പോൾ അത് ലാസ്യഭംഗിയുടെ ദൃശ്യവിരുന്നായി മാറി. 10 മിനിറ്റ് നീണ്ട മെഗാ തിരുവാതിരയ്ക്ക് പരിസമാപ്തി കുറിക്കുമ്പോൾ കാണികളുടെ നീണ്ട കരഘോഷത്തിനൊപ്പം വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകളും വാനോളം ഉയർന്നു പൊങ്ങി കലാകാരികൾക്ക് അഭിനന്ദനം ചുരിഞ്ഞു. ഞങ്ങൾ പൂനെന്നാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഇവന്റ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. മുംബൈ നഗരത്തിൽ ഇത് ആദ്യമായാണ് ഇതര ഭാഷക്കാരടങ്ങുന്ന കലാകാരികൾ കേരളത്തിന്റെ തനത് സംഗീതനൃത്തത്തിനായി ഗുരുദേവ കൃതികൾക്കൊപ്പം ചുവടുകൾ വെച്ചത്. It is not only in Kerala, we can recreate the whole thing here also. इतना अच्छा लगा नारायण गुरु का कि कुछ बोल नहीं सकते. മുംബൈയിലെ തിരക്ക് പിടിച്ച യാന്ത്രിക ജീവിതത്തിൽ നിന്നും സമയം കണ്ടെത്തിയാണ് ചിട്ടയായ ഏകോപനത്തിലൂടെ 3000-ഓളം കലാകാരികൾ കേരളത്തിന്റെ തനത് കലയെ മഹാനഗരത്തിൽ അവിസ്മരണീയമാക്കിയത്. ഞങ്ങള് വീട് നോക്കി, കൊച്ചിനെ നോക്കി, ഭർത്താവിനെ നോക്കി ജോലി ചെയ്യുന്നതാണ് വരുന്നത്. 25-ഓളം യുവ കലാകാരന്മാരും വനിതകൾക്കൊപ്പം ചുവടുകൾ വെച്ച് തിരുവാതിരയെ ആഘോഷമാക്കി. മുംബൈയിൽ ആദ്യമായാണ് ഇതര ഭാഷക്കാരടങ്ങുന്ന 3000-ഓളം വനിതകൾ ഗുരുദേവ കൃതിക്കൊപ്പം ചുവടുകൾ വെക്കുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.